திங்கள் கலைவிடங்கள் திங்கள் கலைவிடங்கள் கலைவிடங்கள் எத்தனை യഥാർത്ഥത്തിൽ ഇനിയിവിടെ സംഭാഷണങ്ങൾക്കൊരു പ്രസക്തിയുമില്ല. കാര്യപരിപാടി അനുസരിച്ച് പുരസ്കാര സമർപ്പണത്തിന് ശേഷം ഉദ്ഘാടന പ്രസംഗം നടത്തണമെന്നാണ് ഇപ്പം അധ്യക്ഷൻ ആദരണീയനായ സാർ വിജയകുമാർ പറഞ്ഞത്. പക്ഷെ അതിവിടെ നടന്നു കഴിഞ്ഞു. ഉദ്ഘാടനം ശ്രീ ഡോക്ടർ ടി.എം. കൃഷ്ണയുടെ കച്ചേരി, അതായിരുന്നു ഉദ്ഘാടനം. നമ്മളെല്ലാം അത് ആസ്വദിച്ചു. അദ്ദേഹത്തിന് PGയുടെ നാമധേയത്തിലുള്ള ഈ പുരസ്കാരം നമ്മൾ സമർപ്പിക്കുമ്പോൾ അതും ഉദ്ഘാടനം ചെയ്യണം എന്ന് സംഘാടകർ പറഞ്ഞെങ്കിലും സംശയരഹിതമായി ഞാൻ വ്യക്തമാക്കുകയാണ്, അത് അദ്ദേഹത്തിന് കൈമാറിയത് ഞാനല്ല, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും കൂടിയാണ് എന്നത് സംശയരഹിതമായി നമുക്ക് തിരിച്ചറിയണം. ഇനി എന്തെങ്കിലും ഈ യോഗമര്യാദ അനുസരിച്ചും എൻ്റെ സുഹൃത്തുക്കളായ സംഘാടകരുടെ നിർദ്ദേശമനുസരിച്ചും സംസാരിക്കാൻ എന്നാണെങ്കിൽ PGയെക്കുറിച്ചും ചിലത് പറയണം, ശ്രീ T.M. കൃഷ്ണയെക്കുറിച്ചും ചിലത് പറയണം. അദ്ദേഹത്തെക്കുറിച്ച് അധികം പറയേണ്ടതില്ല. അജയൻ ഇവിടെ അവതരിപ്പിച്ച പ്രശസ്തി പത്രം എന്നാണല്ലോ പറയുന്നത്, സൈറ്റേഷൻ, അതിൽ വളരെ സക്സിൻറ്റായി ആറ്റിക്കുറുക്കി അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആവർത്തിച്ചാണെന്ന് വിചാരിച്ചല്ല. ആദ്യമായി നമ്മുടെ ഒപ്പമുള്ള ശ്രീ T.M. കൃഷ്ണനെ കുറിച്ച് തന്നെ പറയാം. വളരെ കർക്കശമായ ചിട്ടവട്ടങ്ങൾക്ക് ഉള്ളിൽ പ്രവർത്തിക്കേണ്ട ഒന്നാണ് കർണാടക ശാസ്ത്രീയ സംഗീത പദ്ധതി എന്നതാണ് പൊതുവിൽ സ്വീകരിക്കപ്പെട്ടുള്ള ഒരു സങ്കല്പം. ആ കർക്കശമായ കച്ചേരി പദ്ധതിയെ പൊതുവിൽ നമ്മൾ കുറെ നാളായി കേട്ടുവരുന്ന സമ്പ്രദായത്തിലേക്ക് സംഘടിപ്പിച്ചെടുത്തത് വലിയ ആലോചനയുടെയൊക്കെ ശേഷം പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവരും ആവർത്തിക്കാറുള്ളത് പോലെ അരികുടിയാണ് ഒരു കച്ചേരി എങ്ങനെയൊക്കെ വേണം, വർണ്ണത്തിൽ തുടങ്ങി ബാക്കി കാര്യങ്ങൾ അറിയാം. എന്നെപ്പോലുള്ള ചില ഭ്രാന്തന്മാർക്ക് ഒരു കച്ചേരി കേട്ട് ആസ്വാദനം പൂർത്തിയാകണമെങ്കിൽ ഒരു രാഗന്താനം പല്ലവിയും കൂടെ വേണമെന്നാണ്. അങ്ങനെ ഒരു ആസ്വാദന സമ്പ്രദായവും കച്ചേരി പദ്ധതിയും അരേക്കുടി ആധുനികമായി വികസിപ്പിച്ചെടുത്തെങ്കിൽ അതിനെ സർഗാത്മകമായി ഭേദിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീ T.M. കൃഷ്ണയാണ്. അരേക്കുടിയോടുള്ള എല്ലാ ബഹുമാനത്തോടും ആ കച്ചേരി പദ്ധതിയോടുള്ള എല്ലാ ബഹുമാനത്തോടും അത് കേട്ട് വേണ്ടത്ര ശാസ്ത്രീയ സംഗീത പരിജ്ഞാനമില്ലാതെ കേൾവിജ്ഞാനം കൊണ്ട് അത് കേട്ട് ആസ്വദിക്കുന്ന, രാഗന്താനം പല്ലവി വേണമെന്ന് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഇപ്പൊ വന്ന് ടെസ്റ്റ് ക്രിക്കറ്റിന് പകരം വൺഡേയും 2020 ഒക്കെ ആയ പോലെ ശാസ്ത്രീയ സംഗീത കച്ചേരികളുടെ സമയവും ഇന്നത്തെ ആവശ്യമനുസരിച്ചാണ് അദ്ദേഹം അത് ക്രമീകരിച്ചത്. പക്ഷെ മറ്റു പലപ്പോഴും ഒരു മണിക്കൂറും 1.25 മണിക്കൂറും 1.5 മണിക്കൂറും കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ പഴയ കച്ചേരികൾ റെക്കോർഡിങ് കേട്ടത് വെച്ച് ഞങ്ങൾ ചില കച്ചേരികൾ ഒരു വേറെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടെ ഡബിൾ കച്ചേരി എന്നൊരു പദ്ധതി ഞങ്ങൾ ഡൽഹിയിലെടുത്തു, സ്വരലയിൽ.
അതായത് സാധാരണ 2.5 മണിക്കൂർ കൊണ്ട് ഒരു കച്ചേരി തീരുമെങ്കിൽ അതേ സംഗീതത്തിൽ 2 ദിവസം തുടർച്ചയായിട്ട് പാടുക. അങ്ങനെ 2 കച്ചേരിയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് KVന്റെ കച്ചേരി, KV നാരായണസ്വാമിയുടെ കച്ചേരി, മറ്റൊന്ന് TV ശങ്കരനാരായണന്റെ കച്ചേരി. ഡൽഹിയിലുള്ള വലിയ സംഗീത ഭ്രാന്തന്മാർ പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട്, പണ്ട് ഞങ്ങൾ കേട്ടുള്ളത് പോലെ തോന്നും. അത് മൊത്തം 5 മണിക്കൂർ വരും. അപ്പം അതിൻ്റെതായ വശമുണ്ട്, ടെസ്റ്റ് ക്രിക്കറ്റ് പോലെ. പക്ഷെ കാലം മാറി, ആളുകളുടെ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ അതിൻ്റെ സമയനിർണയവുമായി ബന്ധപ്പെട്ടല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദൂരെ നിന്നൊക്കെ തന്നെ TMKയുടെ കച്ചേരി ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ ആൾ വന്നിട്ടുണ്ട്, എനിക്കറിയാം. ചിലർ എന്നോട് വിളിച്ചു ചോദിച്ചു ഈ പരിപാടി കണ്ടു. അപ്പൊ അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിന്റെ മണ്ഡലത്തിൽ ചെയ്തത് അതിനൊരു തുറസ്സുണ്ടാക്കി. He opened up certain quote unquote rigid customs of rendering music. If I say something wrong, I speak in English because he can correct me. അത് വലിയൊരു മാറ്റമാണ്. കർണാടക ശാസ്ത്രീയ സംഗീതത്തിന്റെ ചിട്ടവട്ടങ്ങളും അരിയക്കുടി സ്കൂളും അത് അക്കാലത്ത് ഷമ്മാങ്കുടിയും മധുരമണിയരും മുസൂരി സുബ്രഹ്മണ്യയ്യരും തുടങ്ങിയുള്ള മഹാരഥന്മാർ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിലെ മാലിയും രാജരത്നം പിള്ളയും ഇവരെല്ലാം അവരവരുടേതായ രീതിയിൽ ഇതിനെ പുഷ്ടിപ്പെടുത്തിയെങ്കിൽ TMK വന്നുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയത ഉപേക്ഷിക്കാതെ സർഗാത്മകമായ മാറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചു. യഹൂദി മെനൂഹിന്റെ സംഗീതത്തെക്കുറിച്ചുള്ള രചനയിൽ തീം ആൻഡ് വേരിയേഷൻ എന്നൊരു സങ്കല്പം അവതരിപ്പിക്കുന്നു. നമ്മൾ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളെക്കുറിച്ചെല്ലാം ഏത് മേഖലയിലും ചർച്ച ചെയ്യുമ്പോൾ ആ ശാസ്ത്രീയ മേഖല വികസിച്ചു വന്ന പാരമ്പര്യവും ആ പാരമ്പര്യത്തിൽ നിന്ന് വികസിപ്പിക്കേണ്ട ആധുനികമായ പരീക്ഷണങ്ങൾ, ഇത് രണ്ടും തമ്മിലൊരു ജൈവ ബന്ധമുണ്ടാകും. പഴയതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടല്ല, പഴയതിൽ നിന്ന് വേണ്ടതിനെ എടുത്തുകൊണ്ട് പുതിയതിലേക്ക് സഞ്ചരിക്കാനുള്ള സർഗാത്മകമായ സാഹസികതയും ധീരതയും അത് ഏത് മേഖലയിലും വേണം. അതിൽ നിന്നും അകന്നു നിൽക്കാൻ ഒരു മേഖലയിലും കഴിയില്ല. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇത്തരത്തിൽ ഈ കാലഘട്ടത്തില് സംഗീത മേഖലയിൽ ലഭിച്ച വലിയൊരു തെറ്റിദ്ധരിക്കാവുന്ന ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്, ഒരു പുണ്യമാണ്. പാപപുണ്യങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ എനിക്ക് ഒരു സുഹൃതമാണ് എന്നൊക്കെ പറയാം. ശ്രീ TM കൃഷ്ണ അദ്ദേഹത്തെ റൊമില താപ്പർക്കും മറ്റും നൽകിയ ഈ പുരസ്കാരം നൽകി ആദരിക്കുന്നതിലൂടെ PG സംസ്കൃതി ആദരിക്കപ്പെടുകയാണ്. വലിയൊരു സാംസ്കാരികമായ ഇടപെടലായി PG പുരസ്കാരം ശ്രീ TM കൃഷ്ണയ്ക്ക് നൽകുന്നത് മാറി. അതും ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിലാണ്. വലിയൊരു രാഷ്ട്രീയ സമരം അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു അത്തരം രാഷ്ട്രീയ സമരങ്ങൾ നടക്കുമ്പോഴും സംസ്കാരത്തിന് നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന ചിന്ത അത് വളരെ പ്രധാനമാണ്. PGയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. മുമ്പും ഇതുപോലുള്ള വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. PG എൻ്റെ നേതാവായിരുന്നു. ഒരർത്ഥത്തിൽ ഞാൻ PGയുടെ ശിഷ്യനാണ്. പല കാര്യങ്ങളും എൻ്റെ തലമുറയെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് PGയും EMSും എല്ലാം അടങ്ങുന്ന ആ തലമുറയാണ്. ഒരു യാന്ത്രിക യുക്തിവാദിയായി എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടന്ന യുക്തിവാദി സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ PG അവിടെ പ്രസംഗിക്കാൻ വന്നു. PG അവിടെ പ്രസംഗിച്ചുകൊണ്ട് യാന്ത്രിക യുക്തിവാദവും വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യുക്തിവാദത്തിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദത്തിലേക്ക് വികസിക്കണം, പുരോഗമിക്കണം എന്ന് വിശദീകരിച്ചതാണ് എൻ്റെ കണ്ണു തുറപ്പിച്ചത് എന്നുള്ള കാര്യം ശിവൻകുട്ടിയും പാർവതിയൊക്കെ മുമ്പ് കേട്ടുള്ളതാണ്. അത് ഞാൻ ആവർത്തിക്കാം. PGയെ കുറിച്ച് പറയുമ്പോൾ അടയാളപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അത് കൂടുതൽ ഞാൻ പറയുന്നില്ല.
ഒന്നുകൂടി പറയേണ്ടതുണ്ട്. പി ജിയുടെ പുസ്തകശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മുടെ പുസ്തകമെല്ലാം നമ്മൾ ഒപ്പിട്ട് വെക്കും. അപ്പൊ അങ്ങനെ ഒപ്പിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പുസ്തകം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ സമ്മാനിക്കുകയാണെങ്കിൽ ആ സമ്മാനിക്കുമ്പോൾ പിന്തുടരേണ്ട ഒരു വ്യാകരണം, അത് വളരെ അർത്ഥവത്താണ്. അത് പി ജിയാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്ക് പി ജിയെ കാണാൻ അവിടെ വീട്ടിൽ സംസാരിച്ചല്ലായിരുന്നപ്പോൾ പി ജി പറഞ്ഞ ദേവിക്ക് സംഗീതമൊക്കെ ഇഷ്ടമാണെന്നാണല്ലോ പറയുന്നത്. അവിടെ ഞാൻ പുസ്തകം തരാം, എൻസൈക്ലോപീഡിയ ഓഫ് മ്യൂസിക്. അത് പി ജി എടുത്തിട്ടുണ്ട്. അപ്പോൾ പി ജി ഒപ്പിട്ടു. എന്നിട്ട് അതിനകത്ത് എഴുതി ഡിയർ കോൺഗ്രസ്. അവിടെ പി ജി എങ്ങനെയാണ് എഴുതുന്നത്? അല്ല, പി ജിയുടെ ഒപ്പതിനകത്തുണ്ടല്ലോ, ഓട്ടോഗ്രാഫ് ബുക്കാണ്. ഒപ്പിട്ട ഒരു പുസ്തകം വേറൊരാൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ആ പുസ്തകം സമ്മാനിച്ചു താഴെ എഴുതി ഒപ്പിടണം. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ പുസ്തകം ഷെയർ ചെയ്ത് കണ്ടാൽ ഇയാളെ ഇന്നാളിന്റെ പുസ്തകം അടിച്ചു മാറ്റിയല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ ആർക്കെങ്കിലും നമ്മൾ ഒപ്പിട്ട് വെച്ചൊരു പുസ്തകം സമ്മാനിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട. അപ്പൊ പി ജിയുടെ സൂക്ഷ്മതയാണ് ആ ഒരു പാഠം. മറ്റു പല പാഠങ്ങളും പി ജിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതും ഒരു പാഠമാണ്. ശ്രീ ടി എം കൃഷ്ണയെ, നമ്മുടെ മധ്യത്തിലുള്ള സംഗീത മാന്ത്രികൻ എന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തമാക്കലാണ്, ഞാൻ മന്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല, യാതൊരു മന്ത്രശക്തിയുമില്ല. പക്ഷെ മന്ത്രത്തിനാകെ കടന്നു വരാവുന്ന ഒന്ന് സംഗീതവുമായി ബന്ധപ്പെട്ടാണ്. സംഗീതത്തിന് മാന്ത്രിക ശക്തിയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്ന അപൂർവ സർഗധനരായ ഗായകരിൽ ഒരാൾ നമുക്കൊപ്പം ഉള്ളപ്പോൾ പി ജിയും സംഗീതവുമായി ബന്ധപ്പെട്ട ആ പുസ്തകം എനിക്ക് സമ്മാനിച്ച സന്ദർഭം കൂടി ഞാൻ ഓർക്കുകയാണ്. ശ്രീ ടി എം കൃഷ്ണയ്ക്ക് ഇനിയും സംഗീത മേഖലയിൽ അദ്ദേഹം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ധീരമായ പരീക്ഷണങ്ങൾ നടത്താൻ കഴിയട്ടെ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ രചന പല ഭാഷകളിൽ അദ്ദേഹം ആവർത്തിച്ച് പാടാറുണ്ട്. നിങ്ങൾക്കറിയുമോ? ആർക്കെങ്കിലും പറയാമോ? അദ്ദേഹത്തിന് വലിയ ആരാധകവൃന്ദം വലിയ ഇരിക്കുന്നു. പെരുമാൾ മുരുകൻ്റെത് പാടുന്നത് വളരെ അഭിമാനകരമാണ്. പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞാൽ മാംദാനി കമ്മ്യൂണിസ്റ്റാണെന്ന് ട്രംപ് പറയുന്ന പോലെ ഇരിക്കും. പെരുമാൾ മുരുകൻ പുരോഗമന. ഫൈസ് അഹമ്മദ് ഫൈസ്, അദ്ദേഹത്തിൻ്റെ ഹം ദേഖേംഗെ എന്ന രചന ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്കും ലോകത്തിനും ആവശ്യമുള്ള ഒരു രചനയാണ്. അത് അതിശക്തമായി, ഹൃദ്യമായി, വശ്യമായി അദ്ദേഹം ആലപിക്കുന്നു. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ സംഗീത പദ്ധതി ഒരു പ്രത്യേക തരത്തിൽ, അതിലും അദ്ദേഹത്തിന്റെ സർഗാത്മകതയുണ്ട്. എവിടെ ഒരു കച്ചേരി എങ്ങനെ അവതരിപ്പിക്കണം എന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ പി ജിയുടെ പേരിലുള്ള പുരസ്കാരം ലഭിക്കുന്ന സന്ദർഭത്തിൽ കേരളീയരായ കമ്പോസർ, അതിൽ ശ്രീനാരായണ ഗുരുസ്വാമികൾ ഒരു കലാകാരനായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഭാവനാസമ്പന്നന്മാരുടെ ദൃഷ്ടിയിൽ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ, അതൊരു പ്രതിഷ്ഠാപന കലയാണ്. സാംസ്കാരികമായിട്ട് അദ്ദേഹം ത്യാഗരാജസ്വാമികളുടെയും ശ്യാമശാസ്ത്രികളുടെയും ഒക്കെ ഒപ്പം ഒരു സംഗീത രചയിതാവായി മാറിയിരിക്കുന്നു. വാഗ്ഗേയകാരൻ എന്ന് പറയാൻ കിട്ടില്ല, കാര്യം അദ്ദേഹം സംഗീതം കൊടുത്തിട്ടില്ല. പക്ഷെ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ രചനകളിൽ നിന്നും സംഗീതം കണ്ടെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുസ്വാമികളെ ഒരർത്ഥത്തിലൊരു സംഗീതജ്ഞനാക്കി കൂടി ശ്രീ ടി എം കൃഷ്ണ മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത മേഖലയിലെ അത്തരത്തിലെ അന്വേഷണങ്ങൾ, പരീക്ഷണങ്ങൾ, സർഗാത്മകത, സാഹസികമായ സർഗാത്മകത അത് തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.